മക്കളെ എല്ലാവർക്കും സൈലന്റ് ലേണിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കുറേ പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു, ഋതുയോഗം തരാമോ അല്ലേ, ഋതുയോഗം ക്ലാസ് വേണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മക്കൾ ചോദിച്ചിരുന്നു. നമ്മൾ ചോദിച്ചാൽ പിന്നെ തരാണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ? അപ്പോൾ നമ്മളുടെ കേരള പാഠാവലിയിലുള്ള രണ്ടാമത്തെ പാഠഭാഗമാണ് ഋതുയോഗം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. എന്തിനാണ് നിങ്ങളൊക്കെ ഋതുയോഗം ഇങ്ങനെ പേടിക്കുന്നത്? ഇത് മലയാളമാണോ തമിഴാണോ തെലുങ്കാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നും ഇല്ലടാ, ഇത് നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട് അല്ലേ. പെട്ടെന്ന് നമ്മൾ അങ്ങ് പാഠത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ഒന്നായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ യാതൊരു ആശങ്കകളും ഇല്ലാതെ ഋതുയോഗം ഇങ്ങനെ നമുക്ക് നല്ല രസമായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഋതുയോഗം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ഈ കൃതി എഴുതിയിരിക്കുന്നത് പ്രാചീന കവികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ആര്? കാളിദാസൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അന്ന് ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള അല്ലേ വിവരങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് ഇന്നത്തെ പോലെ എന്താ പറയുക ഗൂഗിളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എഴുത്ത് രീതികളൊന്നും ഒന്നും ഇല്ലായിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. എന്നാലും ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് അല്ലേ വിവരങ്ങളൊക്കെ നമുക്കറിയാം. ഉജ്ജയിനിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു. വിക്രമാദിത്യ സദസ്സിലുള്ള കവികളിൽ ഒരാളായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ കാളിദാസൻ്റെതാണെന്ന് കരുതപ്പെടുന്നുണ്ട്. അതിൽ മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, രഘുവംശം, കുമാരസംഭവം, ഋതുസംഹാരം, ഇങ്ങനെ ഒരുപാട് കൃതികൾ കാളിദാസൻ്റെതാണെന്ന് കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നൊരു കാവ്യഭാഗമാണ്. അപ്പോൾ മഹാകവി കാളിദാസൻ്റെ സംസ്കൃത നാടകമാണ്. പണ്ടുള്ള കൃതികളൊക്കെ കാവ്യം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സംസ്കൃത നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. ഓർക്കുക, കാളിദാസൻ സംസ്കൃതത്തിൽ എഴുതിയ നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. ഇതിനെ എന്ത് ചെയ്തു? നമ്മളുടെ കേരള പാണിനി എന്നല്ലേ നമ്മളുടെ മലയാള ഭാഷയുടെ വ്യാകരണമൊക്കെ ചിട്ടപ്പെടുത്തിയ ആളായിരുന്നു ആര്? കവിയും നിരൂപകനും ഉപന്യാസകാരനും ഒക്കെ ആയിട്ടുള്ള നമ്മളുടെ കേരള പാണിനി അല്ലേ, AR രാജരാജവർമ്മ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്താണ്, ഈ അഭിജ്ഞാന ശാകുന്തളത്തെ മലയാളത്തിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റ് ചെയ്തു അല്ലേ, തർജ്ജമ ചെയ്തു. ഏത് പേരിൽ? മലയാള ശാകുന്തളം എന്ന പേരിൽ വിവർത്തനം ചെയ്തു അല്ലേ. എന്ത് ചെയ്തു? വിവർത്തനം, ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സംസ്കൃതത്തിൽ നമ്മുടെ കാളിദാസൻ എഴുതിയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളം അല്ലേ, ശാകുന്തളത്തെ എന്ത് ചെയ്യാണ്? മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഏത് പേരിൽ? മലയാള ശാകുന്തളം എന്ന പേരിൽ AR രാജരാജവർമ്മ പരിഭാഷപ്പെടുത്തി. ഈ ശാകുന്തളത്തിലുള്ള ഒരു ഭാഗം, 7ാം അധ്യായത്തിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ക്ലിയർ ആയോ? ഇത്രയുമാണ് ടീച്ചർ പറഞ്ഞത്. അതായത് കാളിദാസനാണ് എഴുതിയത് അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകം. ആ നാടകത്തെ AR രാജരാജവർമ്മ അല്ലെങ്കിൽ കേരള പാണിനി എന്ത് ചെയ്തു? മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ആ മലയാള ശാകുന്തളത്തിലുള്ള 7ാം അംഗത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ഇതിപ്പോൾ എന്താണ് മലയാള ശാകുന്തളം? ആരാണ് കാളിദാസൻ എന്നൊക്കെ ആലോചിക്കുന്ന നിങ്ങൾക്കിപ്പോൾ അല്ലേ, സർവ്വധമനൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? നേരെ അങ്ങ് ശ്ലോകത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഭയങ്കര പ്രശ്നമൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ രസകരമായൊരു കഥയുണ്ട്, ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ. ആരുടെ കഥയാണെന്നറിയാമോ? ശകുന്തളയുടെ സ്റ്റോറിയാണ് അല്ലേ. ശകുന്തളയുടെയും സർവ്വധമനൻ്റെയും കഥയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ആരെന്ത ശകുന്തള അല്ലേ, യാരെന്ത ശകുന്തള എന്നൊക്കെ നമ്മൾ ആലോചിക്കും അല്ലേ. ഏതാണ് ഈ ശകുന്തള? ആരിവൾ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ശകുന്തളയ്ക്ക് ഭയങ്കര രസമുള്ളൊരു കഥയുണ്ട്. അറിയണോ? നിങ്ങൾക്ക് അറിയണോ? ഇപ്പം നമ്മൾ കുറേ സുന്ദരിമാരെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ, സ്വർഗത്തിലെ അപ്സരസുകളാണ് മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ സ്വർഗത്തിലെ അപ്സരസായിട്ടുള്ള മേനകയുടെയും വിശ്വാമിത്ര മഹർഷിയുടെയും മകളാണ് ആര്? ശകുന്തള. അപ്പോൾ ഈ ശകുന്തളയെ ആർക്ക്? 2 പേർക്കും വളർത്താൻ പറ്റിയില്ല. വിശ്വാമിത്രനും പറ്റില്ല, മേനകയ്ക്കും വളർത്താൻ പറ്റില്ല. മേനകയ്ക്ക് അങ്ങ് സ്വർഗത്തിൽ പോയിട്ട് ഡാൻസൊക്കെ കളിക്കാനില്ലാണ്, അപ്പോൾ കൊച്ചിനെ കൊണ്ടുപോയാൽ നടക്കില്ല അല്ലേ. വിശ്വാമിത്രാണെങ്കിലൊക്കെ തപസ്സൊക്കെ ചെയ്ത് പൂജയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, മൂപ്പർക്കും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? ശകുന്തളയെ എന്ത് ചെയ്യുന്നു? ജനനത്തോടു കൂടെ തന്നെ മേനക പറന്ന് എങ്ങോട്ട് പോവാണ്? സ്വർഗത്തിലേക്ക് പോവാണ്. വിശ്വാമിത്രൻ എന്ത് ചെയ്യുന്നു? കുഞ്ഞിനെ എടുത്ത് കണ്ണൻ എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ, കാട്ടിലാണ് കേട്ടോ, ആശ്രമത്തിൻ്റെ അടുത്ത് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ കണ്ണു മഹർഷിയാണ് ആരെ വളർത്തുന്നത്?
ചെയ്യുന്നത്? നമ്മളുടെ ശകുന്തളയെ വളർത്തുന്നത് കേട്ടോ. അപ്പോൾ കണ്വ മഹർഷി കുഞ്ഞിനെ കാണുമ്പോൾ ശകുന്തം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്, ഇങ്ങനെ കുറേ പക്ഷികൾ ഇങ്ങനെ ചുറ്റും എന്ത് ചെയ്തിരുന്നു, ഈ കുഞ്ഞിൻ്റെ ചുറ്റും പറന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ ശകുന്തള എന്ന് കണ്വൻ എന്ത് ചെയ്യാണ്, വിളിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ശകുന്തളയാണെങ്കിൽ വളർന്ന് ഭയങ്കര ഒരു അടിച്ചും പൊളി സുന്ദരിച്ചിയായിട്ട് എന്ത് ചെയ്യാണ്, വളർന്നു വരികയാണ്. ആര് കണ്ടാലും മോഹിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു സുന്ദരിയായിട്ട് അല്ലേ, ആര് വളരുകയാണെടാ, ശകുന്തള വളരുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ ആര് വരുന്നത്, ഹസ്തിനപുരി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അവിടെ ഒരു രാജാവുണ്ട്. ആരാണ്? ദുഷ്യന്തൻ. ദുഷ്യന്ത അല്ലേ, കേട്ടിട്ടില്ലേ? ഉൻ ശകുന്തള തേടി വന്ദന പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? മറ്റേ ഭാവനേൻ്റെയും അജിത്തിൻ്റെയും ഒക്കെ കണ്ടിട്ടില്ലേ? പോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി ഇത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പം അങ്ങനെ ശകുന്തളയെ കാണാണ് ആര്? ദുഷ്യന്തൻ അല്ലേ. അങ്ങനെ കണ്ട മാത്രയിൽ തന്നെ എന്ത് ചെയ്യുന്നു, മറ്റേ ദർഭമുന കൊണ്ട നോട്ടമൊക്കെ ഇല്ലേ നമ്മൾ കാണാറില്ലേ ചിത്രങ്ങളിലൊക്കെ, അതുപോലെ ഇവർ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവർ കണ്ട മാത്രയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകര പ്രണയമാവാണ് കേട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിക്കാണ്. എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്? ഗാന്ധർവ വിധി പ്രകാരം. എന്താണ് ഗാന്ധർവ വിധി എന്നറിയാമോ? ഇന്ന് നമ്മൾ ലിവിങ് ടുഗെദർ എന്നൊക്കെ പറയില്ലേ, രണ്ടുപേരിങ്ങനെ എല്ലോളം പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അതായത് സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുന്നു, വിവാഹം കഴിക്കുകയാണ് അല്ലേ. ചെക്കനും പെണ്ണും തീരുമാനിക്കുകയാണ്, അങ്ങനെ അവർ വിവാഹം കഴിക്കുകയാണ്. അതിനാണ് ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം എന്ന് പറയുന്നത് കേട്ടോ. അച്ഛനമ്മേൻ്റെ അനുഗ്രഹമൊന്നും ഇല്ലാതെ. അപ്പോൾ ഈ ദുഷ്യന്തൻ കാട്ടിൽ വരുന്ന സമയത്ത് കണ്ണൻ അവിടെ ഇല്ലായിരുന്നു. മൂപ്പര് പുറത്ത് നാട്ടിലെവിടെയോ പോയതാണ് കാട്ടുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവർ നമ്മൾ കാണുന്നതും പരിചയപ്പെടുന്നതും. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ശകുന്തള പറയുന്നുണ്ട് കേട്ടോ, എനിക്കുണ്ടാവുന്ന മകനെ എന്ത് ചെയ്യണം, രാജാവാക്കണം എന്നൊക്കെ വാക്കൊക്കെ വാങ്ങിയിട്ടാണ് ദുഷ്യന്തനെ കല്യാണം കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു പേര് കൊത്തിയ മുദ്രമോതിരമൊക്കെ ആർക്ക് കൊടുക്കുകയാണ്, ശകുന്തളയ്ക്ക് കൊടുത്തിട്ട് രാജാവ് പറയുകയാണ്, ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം, ആൾക്കാരെയൊക്കെ കൂട്ടി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ മോതിരം അല്ലേ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ മുദ്രമോതിരം കൊടുത്തിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ശകുന്തള ഇങ്ങനെ അല്ലേ ദുഷ്യന്തനെ ആലോചിച്ച് എവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര, നമ്മൾ ഒരു പുരാണത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇയാളെക്കുറിച്ച്, ദുർവാസാവ് അല്ലേ, ഭയങ്കര മൂക്കിൽ ശുണ്ടിയുള്ള ഒരാളാണ്. ഭയങ്കര ദേഷ്യമാണ് മൂപ്പർക്ക്. എന്ത് പറഞ്ഞാലും രണ്ടാമത്തേന് ഇയാൾ ശപിച്ചു കളയും. അപ്പോൾ അങ്ങനെ ഇയാളെ കുറച്ച് പ്രായമുള്ള ആളൊക്കെ അല്ലേ, കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരാളാണെന്ന് കൂട്ടിക്കോളാം. അപ്പോൾ ശകുന്തള വന്നപ്പോൾ ഇയാളെ മൈൻഡ് ചെയ്തില്ല. ശകുന്തള ആലോചിച്ചിരിക്കുകയാണ്, കണ്ണും മൂക്കൊന്നും കാണില്ല എന്നാണല്ലോ ആ സമയത്ത്. അപ്പോൾ ശകുന്തള ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ദുർവാസാവ് വരുന്നത്. അപ്പോൾ ആരെയാണോ നീ ഓർത്തിരിക്കുന്നത് അല്ലേ, ഇത്രയും പ്രായമുള്ള ഞാൻ വന്നിട്ട് എന്നെ നീ മൈൻഡ് ആക്കിയില്ലല്ലോ, അതുകൊണ്ട് നീ ആരെയാണോ ഓർത്തിരിക്കുന്നത് അയാൾ നിന്നെ മറന്നു പോട്ടെ എന്നെന്ത് ചെയ്യുന്നു, ദുർവാസാവ് ശപിക്കണടാ. എന്തൊരു ശാപമായി പോയി അല്ലേ. അപ്പോൾ അങ്ങനെ ശാപം കിട്ടിയതൊന്നും ആരറിഞ്ഞില്ല, ശകുന്തളയെ അറിഞ്ഞില്ല. അപ്പോൾ ദുഷ്യന്തൻ ആരെ മറന്നുപോയി, ശകുന്തളയെ മറന്നുപോയി അല്ലേ. ഇതൊന്നും അറിയാതെ ഗർഭിണിയായ ശകുന്തള എന്ത് ചെയ്യാണ്, ദുഷ്യന്തനെ കാണാൻ വേണ്ടി കൊട്ടാരത്തിൽ പോവുകയാണ്. ദുഷ്യന്തനാണെങ്കിൽ ശകുന്തളേനെ ഓർമ്മയില്ല, കണ്ണുമഹർഷിനെ അറിഞ്ഞൂടാ, കാടും അറിയില്ല, ഒന്നും അറിയില്ല എന്ന അവസ്ഥയാണ്. അപ്പോൾ ദുഷ്യന്തൻ അങ്ങേ അറ്റം അപമാനിക്കുകയാണ് ശകുന്തളേനെ. എനിക്ക് സ്വർണ്ണോ പണോ എന്താണെന്ന് വെച്ചാൽ തരാം, നിനക്ക് പറ്റിയ സ്ഥലമൊന്നും അല്ല അതല്ലേ, നീ കുയിലിനെ പോലെ കാക്കേൻ്റെ കൂട്ടിൽ മുട്ടയിടുന്ന പോലെ ആരെയോ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് എൻ്റെ കുഞ്ഞാന്ന് പറയുമെന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദുഷ്യന്തൻ ഭയങ്കര പ്രശ്നം അല്ലേ. അങ്ങനെ ശകുന്തള വിട്ടുകൊടുക്കുമോ? ശകുന്തള കരയൊന്നും ചെയ്തില്ല. ശകുന്തള അതിനേക്കാൾ ശക്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ ചിലപ്പോൾ പ്ലസ് ടുവിലാണ് അത് പഠിക്കാനുള്ളത്. പ്ലസ് ടുവിൽ എത്തുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ശകുന്തള എന്ത് ചെയ്യുന്നില്ല, തകർന്നൊന്നും പോകുന്നില്ല കേട്ടോ. അങ്ങനെ ശകുന്തള എന്ത് ചെയ്യാണ്, ശകുന്തളയെ മേനക കശ്യപാശ്രമത്തിലേക്ക് വീണ്ടും അല്ലേ കണ്ണൻ്റെ ആശ്രമത്തിലേക്ക് എന്ത് ചെയ്യാണ്, കൊണ്ടുപോവാണ്. അവിടെ വെച്ച് സർവധമനൻ അല്ലേ, ഗർഭിണിയായിരുന്നു ശകുന്തള എന്ന് പറഞ്ഞില്ലേ, ഈ കുഞ്ഞാണടാ കുഞ്ഞ് നമ്മളുടെ സർവധമനൻ കേട്ടോ. അങ്ങനെ സർവധമനൻ എന്ന് പറയുന്നൊരു ഒരു ചുറുചുറുക്കുള്ള ആൺകുട്ടിക്ക് ആര് ജന്മം നൽകുകയാണ്, ശകുന്തള ജന്മം നൽകുകയാണ് അല്ലേ. മൂപ്പരാണെങ്കിൽ എങ്ങനെയാ, ചില്ലറ കളികളൊക്കെയാണോ, സിംഹത്തിന്റെ കുഞ്ഞിനോടൊക്കെയാണ്, സിംഹത്തിനോടൊക്കെ അല്ലേ, സിംഹത്തിന്റെ വായില പല്ലെണ്ണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കുട്ടി അല്ലേ വളരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള അല്ലേ ഒരു കുട്ടിയുടെ അല്ലെ സർവധമനന്റെ കഥയാണ് നമ്മളുടെ പാഠഭാഗം. ഇപ്പൊ ക്ലിയർ ആയോ? നമുക്ക് ഏതൊക്കെ കഥാപാത്രങ്ങളുണ്ട് നമ്മളുടെ പാഠഭാഗത്തിൽ നോക്കിയേ. ദുഷ്യന്തനുണ്ട്, ഹസ്തിനപുരിയിലെ രാജാവാണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു. ശകുന്തള വിശ്വാമിത്രന് അപ്സരസായ മേനകയിൽ ജനിച്ച മകളാണ്, കണ്ണുന്റെ വളർത്തുമകളാണ്. മാതരി അല്ലെ ദേവേന്ദ്രന്റെ സാരഥിയാണ്. മാരീചൻ അല്ലെ കശ്യപനാണ്, മരീചിയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ മാരീചൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഭർത്താവ് ഉപേക്ഷിച്ച ശകുന്തളയെ മേനക കൊണ്ടുചെന്നാക്കുന്നത് എവിടെയാണ്, കണ്ണുന്റെ ആശ്രമത്തിലല്ല, എവിടെയാണ്, കശ്യപാശ്രമത്തിലാണ്.
ആര് വളർന്നത്, ശകുന്തള വളർന്നത് കണ്വൻ്റെ കൂടെയാണെങ്കിലും അല്ലേ പിന്നീട് ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം പോകുന്ന എവിടെയാണ്, കശ്യപാശ്രമത്തിലാണ്. അതിഥി അല്ലേ, ദേവമാതാവ് കശ്യപ പത്നിയാണ്. ദക്ഷന്റെ പുത്രിയായ ദാക്ഷായണിയാണ് ആര്, അതിഥി എന്ന് പറയുന്ന കഥാപാത്രം. പിന്നെ സർവധമനൻ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മകനാണ്. ഭരതൻ എന്നാണ് യഥാർത്ഥ പേര്. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളാണ് നമ്മുടെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ആദ്യത്തെ ശ്ലോകം ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. ഈ സർവധമനൻ്റെ വികൃതിയായിട്ടുള്ള ധീരനായിട്ടുള്ള സർവധമനൻ്റെ ആദ്യത്തെ ശ്ലോകം ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരിക്കൽ അല്ലെ, ഇതൊക്കെയാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ദേവാസുര യുദ്ധം കഴിഞ്ഞ് ദുഷ്യന്തൻ എന്ത് ചെയ്യാണ്, ഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് കശ്യപാശ്രമത്തിൽ ഈ സർവധമനനും തൻ്റെ ഭാര്യയൊക്കെ ഉള്ള സ്ഥലത്ത് വരികയാണ്. അപ്പോൾ ഓൾറെഡി ആരോട് മറന്നുപോയി, ഈ മുദ്രമോതിരം വീണു പോയ സമയത്ത് ഭാര്യനെയും കുഞ്ഞിനെയൊക്കെ മറന്നുപോയി രാജാവിനോട് കേട്ടോ. അപ്പോൾ സ്വന്തം മകനെ ആര് കണ്ടുമുട്ടുകയാണ്, ഈ ആശ്രമത്തിൽ വെച്ചിട്ട് അല്ലെ, ഈ കശ്യപൻ്റെ ആശ്രമത്തിൽ വെച്ചിട്ട് ആര് കണ്ടുമുട്ടുകയാണ്, നമ്മുടെ രാജാവ് അല്ലെ ദുഷ്യന്തൻ കണ്ടുമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അണിയറയിൽ അല്ലേ അകത്ത് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണ്, അരുതുണ്ണി ചാബല്യം കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ അകത്തുനിന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ ഒരു ശബ്ദമൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നു, അത് കേട്ടതായി നടിച്ചല്ലേ, അതെന്തോ കേൾക്കുന്നുണ്ടല്ലോ, ഇവിടെ അവിനയം വരുന്നതല്ല, ഇതൊരു ആശ്രമമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആരോടും ഇങ്ങനെ പറയില്ലല്ലോ, ഇങ്ങനെ ചാബല്യം കാണിക്കരുതെന്നും ജാതി സ്വഭാവം വന്നു പോകില്ലേ, കുട്ടിയായതുകൊണ്ട് ഇതിൻ്റെ വികൃതിയൊക്കെ വന്നു പോകുന്നുണ്ട് എന്നൊക്കെ ആരോടാ പറയുന്നതെന്നൊക്കെ എന്ത് ചെയ്യാണ്, രാജാവ് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ ആരെയാണ് നിരോധിക്കുന്നത് അല്ലേ, ഇതൊരു ആശ്രമമല്ലേ, ഇവിടെ ആരെയും തടയില്ലല്ലോ, പിന്നെ ആരെയായിരിക്കും ഇവർ തടയുന്നത്. പിന്നെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കുകയാണ് അല്ലേ രാജാവ്, ഏതാണ് ഈ ബാലൻ. അപ്പോൾ അവിടെ ഒരു കുട്ടിയെ കാണുകയാണ്. ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്നുള്ള അർത്ഥമാണ്. പിന്തുടരുന്ന താപസിമാരെ ഒട്ടും വകവയ്ക്കുന്നില്ല ഇവനാകട്ടെ അല്ലേ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ നടന്നു വരികയാണ്, താപസിമാരല്ലേ ഒക്കെ പുറകിലുണ്ട്, അവരൊന്നും വകവയ്ക്കാതെ കുട്ടി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നടന്നു വരികയാണ്. എന്നിട്ടോ മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിതാ ഫലമൊട് വലിച്ചിടുന്നതേ കളിയാടാനൊരു സിംഹബാലനെ അല്ലേ. എന്നിട്ടോ ഈ കുട്ടി വന്നിട്ട് എന്താ ചെയ്യുന്നടാ, അമ്മിഞ്ഞപ്പാല് കുടിച്ചോണ്ട് അല്ലേ പകുതി കുടിച്ചോണ്ട് നിൽക്കുന്ന സിംഹത്തിൻ്റെ കുഞ്ഞിനെ, വല്ല പൂച്ചക്കുഞ്ഞിനെയൊക്കെ ആണോ, പൂച്ചക്കുഞ്ഞിനെ തന്നെ തൊടാൻ നമുക്കൊക്കെ പേടിയല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹത്തിൻ്റെ കൊച്ചിനെ പോയിട്ടാണ് പിടിച്ച് വലിക്കുന്നത്. എന്തിന്, ബലത്തോടെയാണ് വലിക്കുന്നത്. എന്തിനാണ്, കളിക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യാനല്ലേ. അപ്പോൾ ഈ കുട്ടി പോയിട്ട് എന്ത് ചെയ്യാണ്, കളിക്കാൻ വേണ്ടി സിംഹത്തിൻ്റെ കുഞ്ഞിനെ പിടിച്ച് വലിക്കുന്ന സീനാണ് ആര് കാണുന്നത്, നമ്മുടെ രാജാവ് കാണുന്നല്ലേ. അപ്പോൾ രാജാവ് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ അല്ലേ ശ്ലോകം, കവിതാ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ത് ചെയ്യുക, മക്കൾ ഓർത്ത് വെക്കുക. അപ്പോൾ കഥ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കി ഭാഗം വേണോ, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് മക്കൾ കമൻറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നോ, അതൊക്കെ മക്കൾ പറയണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്, നമ്മളുടെ റിവിഷൻ ബാച്ചുകളുടെ കാര്യമൊക്കെ മക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലേ ഓൾറെഡി. അപ്പോൾ ആ ബാച്ചുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, അഡ്മിഷനൊക്കെ എടുക്കുക അല്ലേ. ഇനി ഒട്ടും സമയമൊന്നും നമുക്ക് വൈകിക്കാനില്ല, ഇത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ടീച്ചർ എന്താണ് മുഴുവൻ എടുക്കാത്തതെന്ന് ആലോചിക്കും. അപ്പോൾ കുറേ ലോങ് വീഡിയോ ആവുന്ന സമയത്ത് മക്കൾക്ക് ബുദ്ധിമുട്ടാവും അല്ലേ, ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയണം. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. പിന്നെ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ബൈ.